വഴി ഇറങ്ങടി ഇവിടുന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? നീ കാരണമാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കാരണമാണ്? നീ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. ഇപ്പൊ കാണിച്ചു തരാം. നീ വേറെ കെട്ടിക്കൊണ്ട് വന്നല്ലേ? ഹലോ നിയമപാലകരെ 22 വർഷമായിട്ട് ഒരാൾ എന്നെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം, നല്ല വധശിക്ഷ കൊടുക്കുകയും വേണം. നിനക്ക് നല്ലൊരു വധശിക്ഷ ഞാൻ വിളിച്ചോടാ എന്റെ അടുത്ത് ദ്രോഹം കാണിച്ചു തന്നെ. നീ തേങ്ങ മേടിച്ചു തരും. എന്ത്? അതെന്റെ ഫോണാണ്, സ്വിച്ച് ഓഫ് ആണ്. അയ്യോ ഇഷ്ടമാണ് ഇവിടെ എന്റെ പടം. ഞാനിപ്പോ ബെന്നിമോനെ വിളിച്ച് പറയും, അമേരിക്കയിൽ വിളിച്ച് പറയും. ഞാൻ പറയില്ലേ? നോക്കി വീഡിയോ കോളിൽ വിളിച്ച് പറയും. പറയല്ലേ? ഹായ് ബെന്നി. അമ്മ സംഗതിക്കോടെ മോനെ. എന്താ മാമ കരയുന്ന മാമ? നിന്റെ പടിയച്ഛൻ എന്നെ ചതിച്ചടാ. പടിയച്ഛനാ? ഫാദർ എന്നെ ചതിച്ചടാ. മാമ ഓ എന്ത് പറ്റി മാമ? എടാ എന്നെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നിരിക്കുന്നതാ ഈര്. മാമ ഓ എനിക്ക് ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണണം മാമ. കാണിക്കും മാമ. മക്കളെ ഇറങ്ങി പോകാൻ മാമ പറഞ്ഞു. കാണിക്കും മാമ. ഇറങ്ങി പോകാൻ പറയടാ. ഹായ്. ഇത് അമ്മച്ചേക്കാല് കൊള്ളാലേ. അപ്പയും മോനും കണക്കിയേറ്റ ഈ ദാരിദ്ര്യവാസി നിനക്ക് കിട്ടിയോളാ. എവനിരിക്കുന്ന കോട്ടും സൂട്ടും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. 10 പൈസ ഇല്ലായിരുന്നു. പണ്ട് ഞാൻ ഇവനെ കാണുമ്പോണ്ടല്ലോ എവന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൊരു സിനിമാ പോസ്റ്റ് പോലും ഒട്ടിക്കാൻ പറ്റത്തില്ല. അതെന്താ? ആരെങ്കിലും ഒട്ടിച്ചിട്ട് പോകും. അപ്പോഴത്തന്നെ പോസ്റ്റ് വലിച്ചു കയറി അതിരിക്കണം മാവെടുത്ത് കൊടുക്കട്ടുണ്ടാക്കി തരുന്ന ടീമായിരുന്നു. അതുകൊണ്ട് നിന്റെ പേരെന്തോന്നു? ഞാൻ കണ്ടത്തിൽ വീണ. നീ കണ്ടത്തിൽ വീണ കാലിന് മൊത്തം ചെളി പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്. നിന്റെ പേര് പറഞ്ഞ ഞാൻ ചോദിച്ചത്. എന്റെ പേരാണ് ഞാൻ പറഞ്ഞ കണ്ടത്തിൽ വീണ. നിങ്ങൾ ആരാണ് പെണ്ണുമ്പളെ? കൊറേ നേരം ഇവിടെ എനിക്ക് ദേഷ്യം വന്നിട്ട്. നിങ്ങളുടെ പേരെന്താണ്? കാതറി. കാർത്യായനി വല്യമ്മ. എന്റെ പിതന്മാർ നിങ്ങൾക്ക് എന്നെ തനി സ്വഭാവം അറിയാമോ? വന്നൊന്ന് അന്വേഷിച്ചു നോക്കാം അവിടെ. വന്നത് എന്ത് കണ്ടിട്ട് അവന്റെ കൂടെ വന്നത്? എന്റെ പൊന്നൂസിന്റെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്. എന്താണ് ഗിന്നസ് റെക്കോർഡും കിട്ടുമെന്ന് പറഞ്ഞു. മൂക്കും വിരലും വെച്ചിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. കാണിച്ചു കൊടുക്കും പൊന്നൂസേ. കാണിക്കും. കൊച്ചേ 22 വർഷമായിട്ട് ഞാൻ ഇത് കണ്ട് ഇവിടെ തലവേദന എടുത്തിരിക്കുകയാണ്. അവള് കൊണ്ടുവന്നിരിക്കുന്നു. എടി നീയൊക്കെ ഇങ്ങനെ കാണിക്കും. കാരണം അച്ഛനും അമ്മയും നല്ലതുപോലെ വളർത്താത്തന്റെ കുഴപ്പം അത്. എന്റെ തന്ത കുടിച്ചിട്ടുണ്ടെങ്കിലേ നല്ല വർത്താനം പറയും. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്റെ അച്ഛനാരാണെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. ആരാ? ആ കടമക്കൂടി രായൻ. അതാണ് എന്റെ അച്ഛൻ. പാവുമായിരുന്നു. കടം മേടിച്ച് കുടിച്ച് അവസാനം വീടും കുടുംബം ഒക്കെ വിറ്റ് തൊലച്ച് നടുറോട്ടി കിടന്ന് ചത്തു. അച്ഛനെ പേരെന്താ പറഞ്ഞേ? കടമക്കുടി രായൻ. കടമക്കുടി രായനല്ല, കടം മേടിച്ച് കുടിക്കുന്ന രായൻ. അങ്ങനെ പറയണം. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? പരിചയപ്പുറ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? അതെന്താന്നറിയാമോ? ചെട്ടികുളങ്ങര ഭരണിക്ക് എന്റെ കൈകൊട്ടി കളിയുണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് വരുമ്പോ എന്റെ പൊന്നൂസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിച്ചതും പൊന്നൂസ് എന്നെ കൈകൊട്ടി വിളിച്ചതും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. നിനക്കവനെ വേണോ? എനിക്ക് വേണം. 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 നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണം. ഒരു വീടല്ലേ? ഒരു ആണിനെ നിൽക്കുമ്പോ എന്താണ് കാണിക്കുന്നവിടെ? നിനക്കവളെ വേണോ? എനിക്ക് വേണം. നിനക്കവളെ വേണോ? എനിക്ക് വേണം. നിനക്കവളെ വേണോ? 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 കാത്തേലി വല്യമ്മ, ഈ സാധനത്തിന് വേണ്ടിയാണോ നമ്മൾ തല്ലു പിടിക്കണത്? വല്ല കാര്യോടെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഹലോ, നിനക്കവളെ വേണോ? ഹലോ, എന്തോന്ന്? എന്തിനാ കരയുന്നത്? ചാർലി ചായൻ എന്റെ പഴയ ഭർത്താവ് വരുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യും? അതിന് നീ എന്തിന് കരയുന്നത്? ഇപ്പൊ എനിക്ക് കൂടി ഞാൻ ഒരു പെണ്ണെ കൊണ്ടുവന്നില്ലേ? നമ്മൾ ജീവിക്കും. നിന്റെ പഴയ അച്ഛൻ നിങ്ങൾക്ക് ജീവിച്ചൊരു സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു അബദ്ധം ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തന്റെ പേരിൽ എഴുതി വെച്ചില്ലേടോ. നിന്റെ സ്വത്തുക്കളല്ല എനിക്ക് തരൂ. നിനക്ക് വേണോ? എനിക്ക് നിനക്ക് വേണോ? എനിക്ക് നിനക്ക് അങ്ങനെ വേണ്ട.